മോണ്ടിസോറി സബ്ജക്റ്റിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ മെത്തേഡ്സ് ഓഫ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ. അതിലെ ഒന്നാമത്തെ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് തുടങ്ങുന്നത് തന്നെ അതിമനോഹരമായ ഒരു ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ ഒരു കോട്ടിലൂടെയാണ്. എഡ്യൂക്കേഷൻ കനോട്ട് ബി എഫക്റ്റീവ്. ഒരിക്കലും തന്നെ അത് ഇഫക്റ്റീവ് ആവില്ല. വിദ്യാഭ്യാസം അതൊരിക്കലും ഇഫക്റ്റീവ് അല്ല അൺലെസ് ഇറ്റ് ഹെൽപ്സ് എ ചൈൽഡ്. ഒരു കുട്ടിയെ സഹായിക്കത്തോടത്തോളം കാലം ഓപ്പൺ അപ്പ് ഹിംസെൽഫ് ടു ലൈഫ്, സ്വന്തം ജീവിതത്തിൽ ഒരു ഉപകാരപ്രദമാവുന്ന രീതിയിൽ അയാളുടെ ജീവിതത്തിലേക്കൊരു വഴി കാട്ടിയാവുന്നത് വരെ എഡ്യൂക്കേഷൻ ഒരിക്കലും ഇഫക്റ്റീവ് അല്ല. കോട്ട് പറയുന്ന സമയത്ത് ഓർമ്മ വരുന്നത് അടുത്ത് നാട്ടിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു വിദ്യാർത്ഥി രാത്രി +2 പഠിക്കുന്ന വിദ്യാർത്ഥി, ഒരു പെൺകുട്ടിയാണ്, രാത്രി വളരെ വൈകുന്നത് വരെ എന്ത് ചെയ്യുന്നു? അസൈൻമെൻറ്റ് തയ്യാറാക്കുന്നു, പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നു. തൻ്റെ അമ്മ തൊട്ടപ്പുറത്ത് ഒരു മുറിയിൽ, വയസ്സായ അമ്മ, വയസ്സെന്ന് പരമാവധി വയസ്സൊന്നുമല്ല, എന്നാലും അമ്മ തൊട്ടപ്പുറത്ത് മുറിയിൽ കിടക്കുകയാണ്. അമ്മ വിളിച്ച് പറഞ്ഞു, മകളെ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരണം. മകൾ പറഞ്ഞു, അമ്മേ ഞാൻ ബിസിയാണ്, എനിക്ക് അസൈൻമെൻറ്റ് തയ്യാറാക്കാനുണ്ട്, എനിക്കെൻ്റെ കോളേജിലെ പ്രോജക്റ്റ് തയ്യാറാക്കാനുണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോൾ വെള്ളം തരാൻ ബുദ്ധിമുട്ടാണ് അമ്മേ എന്ന് പറയുന്നു. കുട്ടി തൻ്റെ അസൈൻമെൻറ്റ് വർക്കിലൂടെയും അതുപോലെ പ്രോജക്റ്റ് വർക്കിലൂടെയും കൃത്യമായി മുമ്പോട്ട് പോകുന്നു. അതിരാവിലെ എഴുന്നേൽക്കുന്നു. 6:30 മണിയാകുമ്പോൾ തലേ ദിവസം ചെയ്ത അസൈൻമെൻറ്റും പ്രോജക്റ്റും ഫയലിലാക്കി കുളിച്ച് നന്നായി വൃത്തിയായി സുന്ദരിയായി സ്കൂളിലേക്ക് പോവുകയാണ്. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് ട്യൂഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ വീടിന് മുമ്പിൽ വലിയൊരു ആൾക്കൂട്ടം. കുട്ടി വിചാരിച്ചു, എൻ്റെ വല്യുമക്ക് വല്ലതും പറ്റിയോ? ഓടിച്ചെന്ന് നോക്കുമ്പോഴാണ് തൻ്റെ അമ്മ മരണപ്പെട്ട് കിടക്കുന്നത് കുട്ടി കാണുന്നത്. തലേ ദിവസം ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്ത വിഷമം കൊണ്ട് ആ കുട്ടി ഇന്നൊരു ഭ്രാന്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടി ചെയ്ത അസൈൻമെൻറ്റും പ്രോജക്റ്റും എല്ലാം തന്നെ പച്ച മലയാളത്തിൽ വേസ്റ്റായി എന്ന് പറയാം. കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു തുറന്ന വഴികാട്ടിയാവാതെ ഒരിക്കലും എഡ്യൂക്കേഷൻ എന്തല്ല പൂർണ്ണമല്ല എന്ന് നാം എല്ലാവരും ഓർക്കണം. ഇറ്റ് കനോട്ട് ബി ഇഫക്റ്റീവ് അൺലെസ് ഇറ്റ് ഹെൽപ്സ് എ ചൈൽഡ് ഓപ്പൺ അപ്പ് ഹിംസെൽഫ് ടു ലൈഫ്. വളരെ മനോഹരമായ ഒരു കോട്ട്. നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാട് TTCകളും മറ്റു കോഴ്സുകളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയാവത്തോടത്തോളം കാലം, പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളത്താടത്തോളം കാലം നാം ഒന്നും ഒരു എഡ്യൂക്കേഷനെ കൊണ്ട് യാതൊരു കാര്യവുമില്ല. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു, സംസ്കാരമില്ലാത്തൊരു മനുഷ്യനെ സംസ്കാരമുള്ള ഒരു മനുഷ്യനാക്കുന്ന ഒരു അപൂർവ പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ അങ്ങനെ ഒരു നിർവചനമുണ്ടെന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു യൂണിറ്റിൽ ചില പ്രാക്ടിക്കൽ, നമുക്ക് നേരത്തെ തിയറി പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മോണ്ടിസോറിയുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ചാപ്റ്ററുകളിൽ പഠിച്ചു. നമുക്കിതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള കുറേ ആസ്പെക്ട്സുകൾ ശരിക്കും പഠിക്കാനുണ്ട്. ഒരുപാട് ലേണിംഗ് മെത്തേഡുകൾ, ഒരുപാട് ആക്ടിവിറ്റികളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ ലേണർ വിൽ ഗെറ്റ് ഡെഫിനിറ്റ് ഓർഗനൈസ്ഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഡിഫറെൻറ്റ് ഏരിയാസ് ഇൻ മോണ്ടിസോറി എഡ്യൂക്കേഷൻ. മോണ്ടിസോറി എഡ്യൂക്കേഷനെ പല ഏരിയകളിലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് EPL ആണ്, എക്സ്പീരിയൻസ് ഓർ എക്സസൈസസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ്. പ്രാക്ടിക്കൽ ലൈഫ് എഡ്യൂക്കേഷൻ ശരിക്കും മോണ്ടിസോറിയിൽ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഷർട്ടിൻ്റെ ബട്ടൺ ധരിക്കുന്നത്, ഷൂസിൻ്റെ ലേസ് കെട്ടുന്നത്, റോള് മടക്കുന്നത്, കുപ്പിയിൽ നിന്ന് വെള്ളം മറ്റൊരു കുപ്പിയിലേക്ക് ഒഴിക്കുന്നത്, ഒരു കസേരയിൽ ഇരിക്കുന്നത്, ഷെയ്ക്കാൻ നൽകുന്നത്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ് ഒരുപാട് ആക്ടിവിറ്റികൾ മോണ്ടിസോറിയിലുണ്ട്. സെൻസോറിയലുണ്ട്, ചിന്താപരമായ നമ്മുടെ കൊഗ്നീഷൻ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അരിത്മെറ്റിക്, കണക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് ആക്ടിവിറ്റികളുണ്ട്. ലാംഗ്വേജ് ആക്ടിവിറ്റികളുണ്ട്, ലാംഗ്വേജ് പഠനവുമായി ബന്ധപ്പെട്ട ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. സോളജി, ബോട്ടണി,
അതേപോലെ ബയോളജിക്കലായിട്ടുള്ള പ്രകൃതിപരമായ ജീവ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കാനുണ്ട്. ജിയോഗ്രഫി, ഭൂമി സംബന്ധമായ വിഷയങ്ങൾ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ലൈഫിലെ മറ്റു കൾച്ചറൽ ആസ്പെക്ട്സ്, നമ്മുടെ ലൈഫിൽ സംസ്കാരപൂർണ്ണമായിട്ടുള്ള ഒരുപാട് ആസ്പെക്റ്റുകൾ നമുക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ മോണ്ടിസോറി എന്ന് പറയുന്നത് കേവലം ഒരു പ്രത്യേക വിഷയത്തെ മാത്രം ആസ്പദമാക്കുന്നതല്ല. നമുക്ക് തനി മലയാളത്തിൽ പറയുകയാണെങ്കിൽ അടുക്കള തൊട്ട് അന്താരാഷ്ട്രം വരെ നമ്മുടെ അടുക്കളയിൽ നടക്കുന്ന ഏറ്റവും ചുരുങ്ങിയ കാര്യം മുതൽ അന്താരാഷ്ട്ര തലം വരെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് മോണ്ടിസോറി മെത്തേഡ് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും മോണ്ടിസോറി മെത്തേഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രാക്ടിക്കൽ പ്രസൻറ്റേഷനാണ്. ലേണിംഗ് അപ്പറേറ്റസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ തീർച്ചയായും അത് പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷനുകളിലൂടെയും കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്വന്തമായ പ്രാക്ടീസിലൂടെയും മറ്റുള്ളവർക്ക് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കലൂടെയാണ് ഇത്തരം ആക്ടിവിറ്റീസ് നാം പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാ ആക്ടിവിറ്റികളും ഒരു പുസ്തകത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. വളരെ സാമ്പിളായിട്ടുള്ള ആക്ടിവിറ്റികളാണ് നമ്മൾ ഓരോ യൂണിറ്റുകളിലും ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് മോണ്ടിസോറി മെത്തേഡ് എന്താണെന്ന് അറിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആക്ടിവിറ്റികളൊക്കെ നമുക്ക് പല സ്ഥലത്തുനിന്നും സെർച്ച് ചെയ്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തൊക്കെ പഠിക്കാൻ വേണ്ടി സാധിക്കും. സ്റ്റുഡൻസ് ക്യാൻ മേക്ക് ദെയർ ഓൺ പ്രാക്ടിക്കൽ നോട്ട്സ് വൈൽ ദേ ആർ അറ്റൻഡിങ് ദ പ്രാക്ടിക്കൽ ക്ലാസ്സസ്. അപ്പോൾ അവരവർക്ക് നല്ല പ്രാക്ടിക്കൽ നോട്ടുകളൊക്കെ ഉണ്ടാക്കും. പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും കോഴ്സുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുമെന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് അബൌട്ട് ദ മെത്തേഡ്സ് ഓഫ് പ്രസൻറ്റിങ് സ്റ്റോറീസ് ആൻഡ് റൈംസ്, നമ്മളെങ്ങനെയാണ് ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു സ്റ്റോറി എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, ഒരു റൈം എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്വാണ്ടിസറി ടീച്ചർ, ആ ടീച്ചറുടെ റോൾ, അവരുടെ ക്വാളിറ്റീസ്, അവരെങ്ങനെയായിരിക്കണം അത് പ്രസൻറ്റ് ചെയ്യേണ്ടത്, എല്ലാം തന്നെ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നമുക്ക് മോണ്ടിസോറി ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് കഴിയുമ്പോഴേക്ക് മോണ്ടിസോറി മെത്തേഡ് പ്രാക്ടിക്കൽ ലൈഫ്, സെൻസോറിയൽ എഡ്യൂക്കേഷൻ, അരിത്മെറ്റിക് എഡ്യൂക്കേഷൻ, ലാംഗ്വേജ് എഡ്യൂക്കേഷൻ, സോളജി, ബോട്ടണി, ജിയോഗ്രഫി ആൻഡ് അതർ കൾച്ചറൽ ആസ്പെക്ട്സ്, ഇതെല്ലാം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരും യൂണിറ്റുകളിൽ പഠിക്കുകയാണ്. പ്രസൻസ് ദ ആക്ടിവിറ്റീസ് യൂസിങ് ഓൾ ദ അപ്പാരറ്റസ് ലിസ്റ്റ് ഔട്ട്സ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മോണ്ടിസോറി മെത്തേഡ്, കിൻഡർഗാർട്ടൻ മെത്തേഡ് ആൻഡ് അതർ ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ, പ്രസൻറ്റ് സ്റ്റോറീസ് ആൻഡ് റൈംസ് ഇൻ ആൻ ഇഫക്റ്റീവ് വേ. അപ്പോൾ തീർച്ചയായും നമ്മൾ ഇത്തരം ആക്ടിവിറ്റികളൊക്കെ പഠിക്കുമ്പോൾ എന്താണ് ഒരു കിൻഡർഗാർട്ടൻ, അതല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ മെത്തേഡിൽ നിന്നും നമ്മുടെ മോണ്ടിസോറി വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. മെത്തേഡ്സ് ഓഫ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ, മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ പല രീതിയിലുള്ള മെത്തേഡുകൾ, പല രീതികളിലാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനമായും മോണ്ടിസോറി ഫോക്കസ് ചെയ്യുന്ന ഏരിയകളെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് മോട്ടോർ എഡ്യൂക്കേഷനാണ്. മോട്ടോർ എഡ്യൂക്കേഷൻ, ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ അലോയിങ് ചിൽഡ്രൻ ടു വർക്ക് ഫോർ ദംസെൽഫ്, സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ അനുവദിച്ച്, ആൻഡ് ടു മാനേജ് ദ എൻവയോൺമെൻറ്റ് ഓഫ് ചിൽഡ്രൻസ് ഹൗസ്, ആ കുട്ടിയുടെ വീട് മാനേജ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കലോടുകൂടിയാണ് മോട്ടോർ എഡ്യൂക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ആ കുട്ടിക്ക് നിൽക്കാനും സ്റ്റഡി ആവാനും അങ്ങനെയുള്ള ഒരുപാട് എഡ്യൂക്കേഷൻ, കയ്യിലൊരു സാധനം പിടിക്കാനും, അതൊക്കെ മോട്ടോർ എഡ്യൂക്കേഷൻ്റെ ഭാഗമായി വരുന്ന കാര്യമാണ്. അതിനുള്ള ട്രെയിനിങ് മോണ്ടിസോറിയിൽ കൊടുക്കുന്നുണ്ട്. മസ്കുലർ എഡ്യൂക്കേഷൻ, രണ്ടാമത്തൊരു എഡ്യൂക്കേഷൻ മസ്കുലർ എഡ്യൂക്കേഷനാണ്. പ്രോപ്പർ ഗൈഡൻസ് ഫോർ മസ്കുലർ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ഫോർ പ്രോപ്പർ മൂവ്മെൻറ്റ്സ് ഇൻ വാക്കിംഗ്, നടക്കാനുള്ള ട്രെയിനിങ്, ഇരിക്കാനുള്ളത്, ഹോൾഡിംഗ് ഒബ്ജക്റ്റുകൾ കയ്യിൽ പിടിക്കാനുള്ളത്. ഇപ്പോൾ കുട്ടിക്ക് പെൻസിലൊക്കെ കൊടുത്തിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ആ കയ്യിൽ എന്ത് ചെയ്യണം, പെൻസിൽ ശരിക്കും പിടിക്കാൻ പഠിക്കണം. ഒരു ഗ്ലാസ് കയ്യിൽ പിടിക്കാൻ പഠിക്കണം, അത് താഴെ വീണ് പോകും. അതൊക്കെ ട്രെയിനിങ് ആണ്. അതൊക്കെ മസ്കുലർ എഡ്യൂക്കേഷൻ, ഫൈൻ മോട്ടോർ സ്കിൽ അഥവാ മോട്ടോർ എഡ്യൂക്കേഷൻ്റെ ഭാഗമായി വരുന്നതാണ്.
rhythmic exercises are also taught by teaching the child to walk straight and balance themselves properly. അപ്പോൾ ഒരുപാട് റിത്മിക് ആയിട്ടുള്ള എക്സസൈസുകളൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതുകൂടാതെ തന്നെ മോണ്ടിസോറി കവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭാഗം എക്സ്പീരിയൻസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ്. പ്രാക്ടിക്കൽ ലൈഫ് EPL എന്നാണ് അതിനെ പറയുക. പ്രത്യേകം നോട്ട് ചെയ്യണം. എവിടെ പോയാലും EPL എന്ത് എന്ന് നമ്മൾ ആരോടും ചോദിക്കരുത്. EPL എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ ഈസ് ഗിവൺ എക്സ്പീരിയൻസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ്. പ്രാക്ടിക്കൽ ലൈഫുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസുകളാണ്. ലൈക്ക് സെൽഫ് ഡ്രസ്സിങ്, സ്വന്തമായി ഡ്രസ്സ് ധരിക്കുക, ബട്ടണിങ്, സ്വന്തമായി ഷർട്ടിൻ്റെ ബട്ടൺസ് ധരിക്കുക, ടൈയിങ്, കെട്ടുക, അല്ലെങ്കിൽ അത് നമ്മുടെ ടൈ ആവാം, അല്ലെങ്കിൽ ഹുക്കുകൾ ഇടുക, ഇതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ വെള്ളം ഒരു കുപ്പിയിൽ നിന്ന് മറ്റൊരു കുപ്പിയിലേക്ക് പോരുക. ഉടനെ നമ്മൾ വീട്ടിലൊക്കെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ചപ്പാത്തിയുടെ ആ കോലൊക്കെ പിടിച്ചത് പരത്തുന്നത് പോലും പ്രാക്ടീസുണ്ട്. അതേപോലെ എന്തിനേറെ പറയുന്നു, നമ്മുടെ ധാന്യങ്ങൾ, അരി അതല്ലെങ്കിൽ പയറുമണികളൊക്കെ കുത്തിപ്പൊടിച്ച് അതിനെ പൊടിയാക്കുന്നതും പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം പ്രാക്ടിക്കൽ ലൈഫാണ്. ദേ ആർ ഓൾസോ ടോട്ട് ഹൗ ടു ലേ ദ ടേബിൾ, വാഷ്, ക്ലേ മോഡലിംഗ്, വാഷ് ചെയ്യുന്നത്, മണ്ണ് കൊണ്ട് ക്ലേ മോഡലിംഗ് നടത്തുന്നത്, ഒരു ടേബിളിനെ ശരിയാക്കുന്ന അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്നത്, അതെല്ലാം EPL ആക്ടിവിറ്റിയാണ്. എക്സ്പീരിയൻസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ് ഓർ എക്സസൈസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ്. മറ്റൊന്ന് മോണ്ടിസോറിയിൽ പഠിപ്പിക്കുന്നത് റൈറ്റിംഗ്, റീഡിംഗ് ആണ്. പിന്നെ എഴുതാനും വായിക്കാനുമുള്ള കോച്ചിങ് ആണ്. ആഫ്റ്റർ ദ സെൻസ് ട്രെയിനിങ് ചൈൽഡ് ലേൺസ് ടു റൈറ്റ് ആൻഡ് റീഡ്. സെൻസുകൾ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടി എഴുതാനും വായിക്കാനും പഠിക്കുന്നു. ദ മസ്കുലർ ട്രെയിനിങ് ഹെൽപ്സ് ദ ചിൽഡ്രൻ ടു യൂസ് ദ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ്. നേരത്തെ മസ്കുലർ ട്രെയിനിങ് കൊടുത്തു, കാര്യങ്ങൾ കയ്യിൽ പിടിക്കാൻ വേണ്ടി സാധനങ്ങൾ പിടിക്കാൻ പഠിപ്പിച്ചതുകൊണ്ട് കുട്ടി പിടിക്കാൻ പഠിച്ചാൽ മാത്രമേ ആ കുട്ടിക്ക് പെൻസിലും പേനയും അതല്ലെങ്കിൽ ക്രയോൺസും അതല്ലെങ്കിൽ കളർ പേനകളും കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുള്ളൂ, കയ്യിൽ പിടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രൈറ്റ് ലൈനുകളൊക്കെ വരക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായി പോകും. ദ ടീച്ചർ ഹെൽപ്സ് ദ ചൈൽഡ് ടു എസ്റ്റാബ്ലിഷ് വിഷ്വൽ മസ്കുലർ ഇമേജ് ഓഫ് ദ ആൽഫബറ്റിക്കൽ സയൻസ് ത്രൂ സാൻഡ് പേപ്പർ ലെറ്റർ. അതിനുവേണ്ടി പ്രത്യേകം സാൻഡ് പേപ്പർ ലെറ്റർ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. സാൻഡ് പേപ്പറിലാണ് എയും ബിയും ഉണ്ടാവുക. അപ്പോൾ അതിനെ നമ്മൾ ട്രേസ് ചെയ്ത് കുട്ടി ശരിക്കും അതിൻ്റെ ഒരു ഇമേജ് അവരുടെ ബോഡി മൈൻഡിലേക്ക് എന്ത് ചെയ്യാണ്, കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ടീച്ചർ ഷോസ് ഹൗ ടു റൈറ്റ് ആൻഡ് പ്രൊനൗൺസ് ഇറ്റ്. അതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതും അതേപോലെ തന്നെ അത് റൈറ്റ് ചെയ്യേണ്ടതും എന്ന് ടീച്ചർ പഠിപ്പിക്കുന്നു. ദ ചൈൽഡ് ഡസ് എക്സസൈസസ് ഇൻ കോമ്പോസിഷൻ ഓഫ് വേർഡ്സ് ത്രൂ സെലക്ടിങ് കാർഡ്ബോർഡ് ലെറ്റർ. കാർഡ്ബോർഡ് ലെറ്ററുകളിലുള്ള ലെറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടി എക്സസൈസുകൾ ചെയ്യുകയാണ്. ദിസ് ലേണിംഗ് ഈസ് എ ജോയ്ഫുൾ ആൻഡ് പ്ലസൻറ്റ് എക്സ്പീരിയൻസ് ബിക്കോസ് ചിൽഡ്രൻ യൂസ് ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് സൈസസ് ആൻഡ് കളേർഡ് പെൻസിൽസ്. ഒരുപാട് കളറുകളും കളർ പെൻസിലുകളും ഉപയോഗിച്ച് ചെയ്യുന്ന എക്സസൈസ് ആയതുകൊണ്ട് കുട്ടിക്ക് വളരെയധികം ഒരു ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകും. അതുകൊണ്ട് കുട്ടി പഠിക്കാൻ വളരെ താല്പര്യവും കാണിക്കും. റീഡിംഗ് ഈസ് ടോട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പേപ്പർ സ്ലിപ്സ് ആൻഡ് കാർഡ്സ്. പിന്നെ വായന സഹായിക്കുന്നത് ഒരുപാട് പേപ്പർ സ്ലിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട്, കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട്, ആ കാർഡുകളിൽ തന്നെ ആൽഫബറ്റുകളും ഫിഗറുകളും ഫ്രേസുകളുമുള്ള കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ കുട്ടികൾ പെട്ടെന്ന് പല കാര്യങ്ങളും വായിച്ചെടുക്കുന്നതും മനസ്സിലാക്കുന്നതും പിക്ചറുകളിലൂടെയാണ്. ചിൽഡ്രൻ ലേൺ ടു റെഡി ബൈ റെസിറ്റേഷൻ ആൻഡ് ഡ്രമാറ്റൈസിങ്. ഇതാണ് കുട്ടികൾ ഇങ്ങനെ ചൊല്ലിപ്പഠിക്കുക, അതേപോലെ അതിനനുകരിച്ച് പഠിക്കുക, ഡ്രമാറ്റൈസ് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ അതിനുള്ള ഓപ്ഷനുകളൊക്കെ ഈ മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അരിത്മെറ്റിക് ലേണിംഗ് ആണ് മറ്റൊന്ന് പഠിപ്പിക്കുന്നത്. കുട്ടികൾക്ക് കണക്ക് പഠിപ്പിക്കാൻ വേണ്ടി there are various aids for arithmetic learning like rods of different length. പല ലെങ്ത്തുകളിലുള്ള റോഡുകൾ, നീണ്ടിട്ടുള്ള റോഡ്, നീളത്തിലുള്ള കുറേ റോഡുകൾ, അതിൽ ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് കുട്ടി മനസ്സിലാക്കും. ബീഡുകൾ ഉപയോഗിക്കുന്നു, ബട്ടണുകൾ ഉപയോഗിക്കുന്നു. ദ ആബ്സ്ട്രാക്ട് കൗണ്ടിങ് പ്രോസസ് ഈസ് ടോട്ട് ഇൻ എ വെരി കോൺക്രീറ്റ് വേ. നമ്മൾ 1, 2, 3, 4 എന്നിങ്ങനെ കൗണ്ടിങ് പഠിപ്പിക്കുന്നതിന് പകരം
അത് മനസ്സിലാക്കി ആബ്സ്ട്രാക്റ്റ് ലേണിംഗ് നടക്കുന്നു. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ആബ്സ്ട്രാക്റ്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടി ചെയ്യലിലൂടെ ഓട്ടോമാറ്റിക്കലി കൗണ്ടിങ് പഠിക്കുന്ന ഒരു പ്രോസസ്സ്. എഡ്യൂക്കേഷൻ ഓഫ് ലിവിങ് നേച്ചർ, പിന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എഡ്യൂക്കേഷൻ മോണ്ടിസോറി പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുക്കുന്നത് എഡ്യൂക്കേഷൻ ഓഫ് ലിവിങ് നേച്ചർ. മോണ്ടിസോറി എംഫസൈസസ് nature study, which is a direct education of living nature. The main features of nature study are observation, preparation for observation. അപ്പോൾ നേച്ചർ നേരത്തെ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ നേച്ചറുമായി ബന്ധപ്പെട്ട് ഒബ്സർവ് ചെയ്ത്, മൃഗങ്ങളെ ഒബ്സർവ് ചെയ്ത്, അതേപോലെ തന്നെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി തയ്യാറായി പ്രാക്ടീസിങ് പേഷ്യൻസ് ഫോർ എക്സ്പെക്റ്റേഷൻ, വിത്ത് നട്ടിട്ട് ആ വിത്ത് വളരുന്നത് പ്രതീക്ഷയോട് കാത്തു നിന്ന് അങ്ങനെ കൊടുക്കുന്ന എക്സസൈസുകളുണ്ട്. അപ്പോൾ തീർച്ചയായും ദ എക്സ്പെരിമെൻറ്റ് ഓഫ് മോണ്ടിസോറി ഓൺ എഡ്യൂക്കേഷൻ തിയറി ആൻഡ് പ്രാക്ടീസ് നോട്ട് ഇറ്റ് കംപ്ലീറ്റ്. ഇന്നും മോണ്ടിസോറി എഡ്യൂക്കേഷൻ്റെ പഠനങ്ങളും അതിൻ്റെ എക്സ്പെരിമെൻറ്റും പരീക്ഷണങ്ങളും എല്ലാം ഒന്നും അവസാനിച്ചിട്ടില്ല. അപ്പോൾ ശരിക്കും അതൊരു പകുതിയായിട്ടേ ഉള്ളൂ എന്ന് പറയാം. ഇപ്പോഴും അതിനെക്കുറിച്ച് പഠനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പറയപ്പെട്ട ഏരിയകളിലുള്ള ആക്ടിവിറ്റികളൊക്കെ നാനാഭാഗങ്ങളിൽ നിന്നും കണ്ടെടുത്ത് അത് കൃത്യമായി നോട്ട് ചെയ്ത് പഠിച്ച് മുമ്പോട്ട് പോകുക. തുടർന്നുള്ള ഭാഗങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ബാക്കി വരുന്ന കാര്യങ്ങളും നമുക്ക് പഠിക്കാം.